ഇതെന്റെ ബേബി. നല്ലൊരു ഹസ്ബൻഡ്. അത് ശരി. ഇതിന്റെ കലാപരമായ അർത്ഥങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ഗൈസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്റ്റേക്കേഷന് പോവാണ്. നമ്മൾക്ക് ഈ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത് ലോങ് വീക്കെൻഡാണ്. ഫ്രൈഡേ, സാറ്റർഡേ, മൺഡേ വിക്ടോറിയ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു ലോങ് വീക്കെൻഡാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തു. ഇന്ന് ഒറില്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഒണ്ടാരിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു 2 hours ഉണ്ട് അവിടെ വരെയുള്ള ഡ്രൈവ്. ആഫ്റ്റർനൂൺ ഒരു 3:30 ടൈമിലാണ് നമുക്ക് ചെക്ക് ഇൻ. അപ്പോൾ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു വലിയ ലോങ് വീക്കെൻഡ് വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഒരു റിലാക്സേഷൻ ആൻഡ് ഒരു ട്രിപ്പിംഗ് വൈബിലാണ്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ട്രിപ്പായിരിക്കും എന്ന് വിചാരിക്കാം, അല്ലേ ബേബി? അപ്പോൾ അവിടെ പോകുമ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പോവാം. കമോൺ. നോക്കൂ, കാനഡയിലത്തെ വിന്ററും സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞ് സമ്മറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പച്ചപ്പോ ഹരിതാപോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ നാട്ടില് ഭയങ്കരമായിട്ട് ഗ്രീനറിയും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന്റെ വില മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ വിന്റർ കഴിഞ്ഞ് ഈ ഒരു പച്ചപ്പും സമ്മറൊക്കെ വരുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി പോലെയാണ്. കാരണം ആ ഒരു വിന്ററിന്റെ സമയത്ത് മരങ്ങളൊക്കെ ഇലയൊക്കെ പോയി ഫുള്ള് ഈ അസ്ഥിക്കൂടം പോലെ നല്ല ഭംഗി. കാനഡയിൽ ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്ലോക്ക് മാത്രല്ല, ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾക്ക് നാട് പോലെ തോന്നുന്നുണ്ടോ? കാരണം എന്താന്ന് വെച്ചാല് കൺസ്ട്രക്ഷൻ. എന്റെ ബേബിക്ക് മാത്രം തോന്നാത്ത എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എനിക്ക് എന്റെ നാട് പോലെ തോന്നുന്നു. കണ്ട ഈ ഭാഗമൊക്കെ നോക്ക്, ശരിക്കും ഒരു നാട്ടിലൊരു കൺസ്ട്രക്ഷൻ നാട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ മറ്റേ തുണിയൊക്കെ വലിച്ച് നീട്ടി കെട്ടി പൊടി വലിയൊരു കാനഡക്കാരൻ. ഇതിനേക്കാൾ മോശമാണ് നാട്ടിലത്തെ കൺസ്ട്രക്ഷൻസ്. പിന്നെ ഇങ്ങനെ നാട്ടിന്റെ ആള് പറഞ്ഞു കമ്പികളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണാണോ? ബേബിനെല്ലാരും എടുത്തിട്ടടിക്കും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങളെയും ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് കാനഡയിലെ വണ്ടർലാൻഡ് ആണ്. നമ്മുടെ നാട്ടിലെ വണ്ടർല പോലെ തന്നെ കാനഡയിലത്തെ ഒരു അഡ്വഞ്ചറസ് പാർക്കാണ്. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അവിടുത്തെ റൈഡുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2.5 hours ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ ഓൾറെഡി ഒറിലി എത്തി. ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാമെന്നുള്ളതൊന്നുമല്ല കേട്ടോ. നമ്മളുടെ ഒരു കംപ്ലീറ്റ് ഒരു വീക്ക് കഴിഞ്ഞ് ഇതൊരു ലോങ് വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. നമുക്കപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ഒറിലിയ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഒരു 1 day 1 night നമ്മൾ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചാംപ്ലെയിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലെ റൂം ഓൾറെഡി റിസർവ് ചെയ്തിട്ടാണ് പോയത്. അപ്പം നമ്മളൊരു വൈകുന്നേരം 4 മണി സമയമൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തി. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു, വാട്ടർ ഫ്രണ്ട് ഹോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ലേക്ക് ഉണ്ട്. അത് നമുക്കൊരു ബെനിഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബെഡ്റൂം. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ബാത്റൂമാണ്. പിന്നെ ഇവിടെ വേറൊരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ കോഫി സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഒരു കുട്ടി റൂമാണ്. ഇവിടെ ഒരു TV ഏരിയ. പിന്നെ ഇതെന്റെ ബേബി. അത് ശരി. പിന്നെ ഒരു ചെറിയ ബാത്റൂം. അത് കൊള്ളാല്ലേ, സ്ലൈഡിങ് ഡോർ.
പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറയുമ്പോൾ ഒരു മേക്കപ്പ് റിമൂവറുണ്ട്. ഞാൻ ഇന്ന് എടുക്കണം വിചാരിച്ചു, എടുക്കാൻ മറന്നുപോയി. അത് കാരണം അവരത് വെച്ചിട്ടുണ്ട്. ഏത് കൊള്ളാല്ലേ മിറർ? ഇവിടെ നമ്മുടെ കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂം അറ്റൻഡന്റിന്റെ നെയിമും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുൾ സൈസ് മിററും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം 4 മണിയായി. അപ്പം നമ്മളിനി ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളിനി ഇവിടെ കുറച്ചേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ലൈക്കൊക്കെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കോഫി കുടിക്കണം. 4 മണിയായ സ്ഥിതിക്ക് കോഫി കുടിക്കാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ വിടുകയാണ്. പിന്നെ ആകെ 2 മണിക്കൂറേ ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഹെക്റ്റിക്കായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പം നമുക്കിനി നേരെ കറങ്ങാനൊക്കെ ഇറങ്ങാം. ഈ ഹോട്ടലിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കോഫി സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയത്. ഞങ്ങൾ റൂമിൽ ചെക്കിനൊക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. നമ്മൾ ജസ്റ്റ് ഇറങ്ങാണ്. ഡൗൺ ടൗൺ ഒറീലിയ കാണാനാണ് അടുത്തത് പോക്ക്. എനിക്ക് ഡൗൺ ടൗൺ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡൗൺ ടൗണിലാണ് അധികവും ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഞാൻ ഷോപ്പിംഗ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഡൗൺ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു. നമ്മൾ ഒറീലിയ ഡൗൺ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഇതിന്റെ കലാപരമായ അർത്ഥങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ഗൈസ്. ഉടുപ്പ് എങ്ങനെയുണ്ട്? കാണുന്നതാണ് ഒറീലിയ ഫാമേഴ്സ് മാർക്കറ്റ്, പബ്ലിക് ലൈബ്രറി. പിന്നെ നമ്മൾ കോളിംഗ്വുഡ് പോയപ്പോൾ കണ്ട പോലത്തെ കുറച്ച് ഇതൊക്കെയാണ്. ഒറീലിയ ഒരുപാട് ടൂറിസ്റ്റുകളുള്ള ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ഒന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും ഓവർ ക്രൗഡഡ് ആയിരുന്നില്ല. നമ്മളുടെ ഈ ഒരു റിലാക്സിങ് ഡേക്ക് പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഈ ഒറീലിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ലേക്ക് ഉണ്ട്, അവിടേക്കാണ് വന്നത്. ബീച്ച് പാർക്ക് എന്നാണ് ഈ ലേക്കിന് പറയുക. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു കേട്ടോ ആ ലേക്കിലെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഫാമിലി പിക്നിക് പ്ലേസ് പോലത്തെ ഒരു സ്ഥലമാണ്. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫിഷിങ്ങിന് വന്നിട്ടുള്ള ഒരു പ്ലേസ് കൂടെ ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ കനഡിയൻസിൻ്റെ ഒരു പ്രധാന വിനോദമാണ് ഫിഷിങ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഫിഷിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വെറുതെ ലേക്കിൻ്റെ അടുത്തേക്ക് ഒരു അരയന്നം കണ്ടു. ഒരു സ്ഥലത്താണ് ലേക്കിൻ്റെ നടുവിലാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല വൈബുള്ളത്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ നമുക്ക് വെള്ളത്തിൽ കാലിട്ട് കാണുന്നത് നമ്മുടെ ഹോട്ടൽ. നല്ല വെയിലുണ്ട് തോന്നുന്നു. നല്ല പ്ലേസ് ആട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ വെള്ളത്തിൽ കാലിട്ടു. വൈബല്ലേ? അയ്യോ എടുക്കത്തതാണോ എൻ്റെ പൊന്നു. ഞങ്ങൾ വെള്ളത്തിൽ കാലിട്ടു. അയ്യോ കുറേ ബോട്ടുകളുടെ ഓരോരോ ഏരിയകളാണ് ആണല്ലേ. നമ്മുടെ സൺസെറ്റും മറ്റേ സൺറൈസിനൊക്കെ അവിടെ വന്ന് നടക്കുന്നല്ലേ എയിമായിരിക്കും. നമുക്ക് നാളെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയാലോ? അത് ശരിയാട്ടോ.
ബേബിക്ക് എന്ത് ബോട്ട് വേണം? എത്ര ഒരു 1 million മിനിമം ആണോ? ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിച്ചു. നല്ല വൈബിളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ അധികം ആൾക്കാരും ഇങ്ങനെ ചില്ല് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് തോന്നുന്നു. ഞങ്ങളെപ്പോലെ നമ്മൾ ഗോവയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന മറ്റേ എന്താ പറയുക, ജെറ്റ് സ്കീ എന്നല്ലേ സംഭവം. മേളിക്കൂടെ ഒരു ജെറ്റും പോണ്ട്. അങ്ങനത്തെ ഒരു ബീച്ചും കൂടെ ഉണ്ട് ഗൈസ്, സ്വിമ്മൊക്കെ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ലേക്കൊക്കെ കണ്ട് തിരിച്ചു വന്ന് കുളിച്ച് റെഡിയായി. ഇനി നമ്മൾ എങ്ങോട്ട് പോകാൻ ബേബി? ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ നമുക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്ക്. ഹലോ ഗായ്സ്, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്. അപ്പം നമ്മൾ ഇഫിയോൺസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് പബ്ബിൽ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ രാത്രിയിലെ ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോയി, നമ്മൾ വന്ന ഉടനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഒരു കിഡിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നമ്മളൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു, ഹണി ഗാർലിക് ബൈറ്റ്സ്. നമ്മുടെ മെനു കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, സെലക്ട് ചെയ്താൽ മതി. ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യും. ഞങ്ങളൊരു ബീറും ഡ്രിങ്കൊക്കെ പീച്ച് ആൻഡ് ലെമണേഡ് ബാക്കിൽ നമ്മുടെ അടിപൊളി ലേക്കും സംഭവങ്ങളും അത് ഞങ്ങൾ ചില്ല് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് അതെന്താ ഡ്രിങ്ക്? പീച്ച് ആൻഡ് ലെമണേഡ് എന്തോ നൈസ് വൈബാട്ടോ ഗൈസ്. ഇവിടെ പാറ്റിയൊക്കെയാണ്. നല്ല അടിപൊളി സ്റ്റാർട്ടർ കേട്ടോ. ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ റിബ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പോർക്ക് റിബ്സും ഫ്രൈസും കോൾസ്ട്രോയും കൂടിയിട്ടുള്ളൊരു ഫുഡാണ് ഓർഡർ ചെയ്തത്. അതുപോലെ സച്ചു സാൻഡ്വിച്ചും മാഷ്ഡ് പൊട്ടറ്റോസും ഇത് എക്സ്പ്രഷൻ തന്നെയല്ലേ എപ്പോഴും ഇടാറ്? ആസ്വദിച്ച് കഴിക്കണം. ഇപ്പോൾ നമ്മൾ കഴിച്ചു വെച്ച് രാത്രി ഇപ്പം നല്ല വൈബായിട്ട് ഇവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊന്നു ഇവിടുന്ന് ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളുടെ റെസ്റ്റോറൻ്റാണ്, ഞങ്ങളുടെ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു മാംഗോ ഫ്രൂട്ട് സലാഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. 11 മണിക്കായിരുന്നു ചെക്കൗട്ട്. നമ്മളിത്തിരി നേരത്തെ ഇറങ്ങി നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നൊക്കെ കരുതിയിട്ട്. അപ്പം നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഒറീലിയ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ബാക്കി ശേഷം നമുക്ക് കാണാം. അടുത്തതായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്ന പ്ലേസ് ബ്ലൂ മൗണ്ടെയ്ൻസ് ആണ്. ബ്ലൂ മൗണ്ടെയ്ൻസ് ഇപ്പം ഒറീലിയയിൽ നിന്ന് നമുക്കൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം നമ്മൾ
ബ്ലൂ മൗണ്ടൻസിലും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തത് ബ്ലൂ മൗണ്ടൻസിൽ ചെന്ന് സ്റ്റേ എടുത്ത് അവിടെ താമസിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു ഓറിയിലേയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന്. പിന്നെ നമുക്ക് ബ്ലൂ മൗണ്ടൻസിൽ പോകാം അല്ലേ. ഇതുപോലത്തെ ഓൾഡ് ആർക്കിടെക്ചറൊക്കെ തന്നെയാണ് കേട്ടോ ഓറേലിയനെ കൂടുതൽ മനോഹരമാക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ സ്റ്റേയും അടിപൊളിയായിരുന്നു, നല്ല സർവീസൊക്കെ ആയിരുന്നു അവരുടെ. അങ്ങനെ നമ്മൾ നേരെ ഇനി ബ്ലൂ മൗണ്ടൻസിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ബ്ലൂ മൗണ്ടൻസ് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറീലിയെന്ന് ബ്ലൂ മൗണ്ടൻസ് എത്താൻ അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. പിന്നെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് പാർക്കിങ്ങിന് കുറച്ചധികം ബുദ്ധിമുട്ടിയായിരുന്നു. ഒണ്ടാരിയോല ഒരു പ്രീമിയർ ആയിട്ടുള്ള ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ബ്ലൂ മൗണ്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിറയെ ആളുകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നയാഗ്ര ഫോൾസിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരക്ക് ബ്ലൂ മൗണ്ടൻസിലും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ബ്ലൂ മൗണ്ടൻസ് എത്തി, നല്ല തിരക്കാണ്. ഞങ്ങളൊന്ന് ഉല്ലാസിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ട്, ഗെയിംസ് അങ്ങനെയൊക്കെ. ബ്ലൂ മൗണ്ടൻസ് ഇത്ര ഫേമസ് ആവാൻ കാരണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആക്ടിവിറ്റീസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഞങ്ങളവിടെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നിന്ന് ചെയ്യാൻ പറ്റുന്ന അത്ര ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ ഈ കാണുന്നത് ഒരു ചെസ് ബോർഡായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് കുട്ടികൾ അത് ചെസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. പിന്നെ ഈ പ്ലേസിൻ്റെ ഒരു ബ്യൂട്ടി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കാണുന്നത് ഒരു ബ്ലൂ മൗണ്ടൻ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു വില്ലേജ് പോലെ തന്നെയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അതേ കണ്ടാവും ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ റോപ്പ് വേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ മേളിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു വിൻ്റർ ഡെസ്റ്റിനേഷനാണ്. കാരണം ഇവിടെയൊക്കെ മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന സമയത്താണ് കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കുക. പക്ഷെ ഇപ്പോൾ പയ്യെ സമ്മറിനുള്ള ഒരു ആക്റ്റീവായി തുടങ്ങിയത്. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും അല്ലേ, ഫുള്ള് മഞ്ഞ് പൊതിച്ച് നിൽക്കണ ടൈമിൽ. പക്ഷെ ഇപ്പോഴും നല്ല രസം കിട്ടാൻ കാണാൻ എവിടെ ബ്ലൂനായിട്ട് അടിപൊളി വരുവാണ്ടാക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, ഒരുപാട് കെട്ടിടങ്ങൾ ഇതുപോലെ നല്ല രസത്തിന് പണിത് വെച്ചു. ഇതൊക്കെ റിസോർട്ടുകളാണെന്നോ അങ്ങനെ അധികം, പക്ഷേ അതിൻ്റെ ആർക്കിടെക്ചർ നല്ല ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നല്ല ഭംഗി. ഞാൻ നേരത്തെ പറഞ്ഞ റോപ്പ് ആണിത്. അതിനുള്ള തിരക്കാണ് ഇവിടെ. ഗോൾഫ് ഉണ്ട് അവിടെ. ആ ഗോൾഫ് ഉണ്ട്. പിള്ളേരുടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. ഓരോ അഡ്വഞ്ചറസ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഗോൾഫ് ക്ലബ്. ഏത് ട്രിപ്പ് പോയാലും എൻ്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാട്ട് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂ മൗണ്ടൻസിൻ്റെ ഉള്ളിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മളൊരു അടിപൊളി ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രൈം റിബൺ പുട്ടി. നൈസ് ആയിട്ടില്ലേ? ലുക്സ് നൈസ്. അതിന് ചൂടാന്നാ തോന്നണേ. ശരിയാ, ഭയങ്കര ചൂടാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര കൂടുതലായ കാരണം കൊണ്ട് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തു കേട്ടോ. പക്ഷേ ഈ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഈ ഒരു അടുത്ത കാലത്ത് കഴിച്ചതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു ഇത്. പ്രൈം റിബ് പൂട്ടീനായിരുന്നു, റിബ്സ് ഉള്ള ഒരു പൂട്ടീനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് കയറി. അത് ചുറോസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ കഴിച്ചത്. ഞാനിത് പലയിടത്തും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല, കുഴപ്പമില്ലായിരുന്നു. ന്യൂട്ടെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം നമുക്ക് തരുന്നത് അവർ. അങ്ങനെ അതോടുകൂടി നമ്മുടെ ബ്ലൂ മൗണ്ടൻസ് ട്രിപ്പ് ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബ്ലൂ മൗണ്ടൻ വില്ലേജൊക്കെ കണ്ടു, കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പം ഏകദേശം ഒരു 2:30 ആയി, ഒരു 4:30 നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.